റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. NHSൽ വിന്റർ പ്രതിസന്ധിയാണ് ഇതുവരെ കേട്ടുവന്നത്. എന്നാൽ സമ്മർ പ്രതിസന്ധിയും സമാനമായി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. NHS ഇത് ആദ്യമായി സമ്മർ പ്രതിസന്ധിയിൽ അകപ്പെട്ടതായി സീനിയർ ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് വന്നു. കടുത്ത ആംബുലൻസ് കാലതാമസവും ട്രോളികളിൽ രോഗികൾ കാത്തുകിടക്കുകയും രോഗികൾ A&E യൂണിറ്റിൽ 25 മണിക്കൂർ വരെ കാത്തിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നേരിടുന്നതെന്ന് റോയൽ കോളേജ് ഓഫ് എമർജൻസി മെഡിസിൻ മുന്നറിയിപ്പിൽ പറയുന്നു. എമർജൻസി കെയറിലെ ദൈർഘ്യമേറിയ കാത്തിരിപ്പ് അനാവശ്യമായ മരണങ്ങളിലേക്ക് നയിക്കുകയാണെന്ന് RCEM വ്യക്തമാക്കി. പ്രത്യേകിച്ച് വിന്റർ സമ്മർദ്ദങ്ങൾ അവസാനിച്ച ഘട്ടത്തിൽ ഈ പ്രതിസന്ധി അപൂർവവുമാണ്. കാലതാമസങ്ങളുടെ പ്രധാന തിരിച്ചടി നേരിടുന്നത് പ്രായമായ ആളുകളാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ച ശേഷവും ഒരു ബെഡ് ലഭിക്കാനായി ഭയാനകമായ കാത്തിരിപ്പ് വേണ്ടിവരുന്നതായി കോളേജ് പറഞ്ഞു. UK വിവിധ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മേധാവികൾക്കിടയിൽ നടത്തിയ സർവേയിലാണ് പ്രതിസന്ധിയുടെ ആഴം പുറത്തുവരുന്നത്. നിലവിലെ അവസ്ഥയിൽ തങ്ങളുടെ വാർഡുകളിലെത്തുന്ന രോഗികൾക്ക് ദോഷം സംഭവിക്കുമെന്ന് 63 A&E മേധാവികളിലെ 10ൽ 9 പേരും വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഋഷി സുനാക്കിന്റെ അവസാന കച്ചിത്തുരുമ്പായിരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുമെന്നത്. എന്നാൽ പണപ്പെരുപ്പം 2% എത്തിയിട്ടും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറച്ചില്ല. ഇന്നലെ ചേർന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി തുടർച്ചയായ 7ാം സിറ്റിംഗിലും പലിശ നിരക്ക് അതേപടി നിലനിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. രാജ്യത്ത് പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് പലിശ കുറയ്ക്കാൻ സാഹചര്യമുണ്ടായിട്ടും തൽക്കാലം അത് വേണ്ടെന്ന് വയ്ക്കാൻ കമ്മിറ്റി തീരുമാനിച്ചത്. തിരഞ്ഞെടുപ്പ് ബാങ്കിന്റെ തീരുമാനത്തെ ബാധിച്ചിട്ടില്ലെന്ന് മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇത് തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നാലെയെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഓഗസ്റ്റിൽ ചേരുന്ന അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ പലിശ കുറയ്ക്കാനുള്ള തീരുമാനം ഉണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട്. UK-യിൽ 11% മുകളിലായിരുന്ന പണപ്പെരുപ്പ നിരക്ക് 3 വർഷത്തിനിടെ ആദ്യമായാണ് 2% എത്തുന്നത്. കഴിഞ്ഞ മാസം 2.3% പണപ്പെരുപ്പ നിരക്കെന്ന് ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ 2% എത്തിയെന്നും വ്യക്തമാക്കുന്നു. പലിശ നിരക്ക് കുറയ്ക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ലക്ഷ്യമിട്ടിരുന്ന നിലയിലേക്ക് പണപ്പെരുപ്പ നിരക്ക് എത്തിച്ചേർന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു ബ്രിട്ടനിലെ വീടുടമകളും വീട് വാങ്ങാൻ കാത്തിരിക്കുന്നവരും. പണപ്പെരുപ്പ നിരക്ക് സ്ഥിരമായി 2%-നടുത്ത് നിലനിർത്തുന്ന സാഹചര്യമുണ്ടായാലേ പലിശ നിരക്കിൽ കുറവ് വരുത്താനാകൂ എന്ന നിലപാടിലായിരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. കെയർ ബാക്ക്ലോഗ് കുറയ്ക്കുന്നതിനും നീണ്ട ചികിത്സാ കാലതാമസം അവസാനിപ്പിക്കുന്നതിനും NHSന് അടുത്ത പാർലമെന്ററി അവസാനത്തോടെ പ്രതിവർഷം 38 ബില്യൺ പൗണ്ടിൽ കൂടുതൽ ചിലവാകുമെന്ന് ഹെൽത്ത് ഫൗണ്ടേഷന്റെ മുന്നറിയിപ്പ്. നിലവിൽ ലേബർ, കൺസർവേറ്റീവ് പാർട്ടികൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഫണ്ടുകൾ NHSന് തീർത്തും അപര്യാപ്തമാണെന്നും ഹെൽത്ത് ഫൗണ്ടേഷൻ പറയുന്നു. കോവിഡിന് ശേഷം നീണ്ട കാത്തിരിപ്പ് സമയം, പരിമിതമായ GPയുടെ കൺസൾട്ടേഷൻ തുടങ്ങിയവ മൂലം ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. സർക്കാർ NHSനായി ആവശ്യമായ ഫണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന ആരോപണവും നിലവിൽ ശക്തമാണ്. ഹെൽത്ത് ഫൗണ്ടേഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഉയർന്നുവരുന്ന ചികിത്സാ ആവശ്യങ്ങൾക്ക് അധിക ഫണ്ടുകൾ ആവശ്യമായി വരും. വരും വർഷങ്ങളിൽ ആരോഗ്യമേഖലയ്ക്ക് മതിയായ ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ NHSലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന സമീപകാല വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ പോകും. നിലവിലെ പദ്ധതികൾ പ്രകാരം 2030 ആകുമ്പോഴേക്കും ആരോഗ്യ സാമൂഹിക പരിപാലന വകുപ്പിന്റെ ബഡ്ജറ്റ് 7.6 ബില്യൺ പൗണ്ടിൽ നിന്ന് ഉയർന്ന് 196.9 ബില്യൺ പൗണ്ടായി മാറും. എന്നാൽ ഹെൽത്ത് ഫൗണ്ടേഷൻ റിപ്പോർട്ട് പ്രകാരം 38 ബില്യൺ പൗണ്ട് കൂടി ആവശ്യമാണ്. അതായത് മൊത്തം തുക 235.4 ബില്യണായി ഉയരും. NHS ബഡ്ജറ്റ് ഉപയോഗിച്ച് കെയർ ഹോമുകൾ കൂടുതൽ ബെഡുകൾ ഒരുക്കാനായി ലേബർ പദ്ധതി. ആശുപത്രിയിൽ ബെഡുകൾ പിടിച്ചുവച്ചിരിക്കുന്നവരെ ഇവിടെ നിന്നും പുറത്തിറക്കാനാണ് ഈ നീക്കമെന്ന് ഷാഡോ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് പറഞ്ഞു. ആരോഗ്യം വീണ്ടെടുത്ത രോഗികൾ വാർഡുകളിൽ കുടുങ്ങിക്കിടക്കുന്നതിന് പകരം ഓപ്പറേഷൻ ആവശ്യമുള്ളവർക്ക് നൽകുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഡിസ്ചാർജിൽ കാലതാമസം നേരിടുന്നത് മൂലം NHSന് പ്രതിവർഷം 1.7 ബില്യൺ പൗണ്ട് ചെലവ് വരുന്നതായി റോയൽ സൊസൈറ്റി ഓഫ് മെഡിസിനിൽ സംസാരിക്കവേ വെസ്റ്റ് ട്രീറ്റിംഗ് പറഞ്ഞു. ഈ തുക മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കാൻ കഴിയും. ആവശ്യത്തിന് സോഷ്യൽ കെയർ ഇല്ലാത്തതിന്റെ പേരിൽ NHS ബെഡുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന രോഗികളുടെ എണ്ണം 26 ആശുപത്രികൾ നിറയ്ക്കാൻ പോകുന്നതാണെന്ന് സ്ട്രീറ്റിംഗ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാസം പ്രതിദിനം 12,360 ആശുപത്രി ബെഡുകളാണ് ഡിസ്ചാർജ് ചെയ്യേണ്ട രോഗികൾ കൈയടക്കി വെച്ചിരുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിനിടെ ഏപ്രിലിൽ വെയിറ്റിംഗ് ലിസ്റ്റ് 7.57 മില്യണിലേക്ക് വർദ്ധിച്ചെന്നും NHS ഇംഗ്ലണ്ട് സ്ഥിരീകരിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. പ്രൈമറി ക്ലാസുകളിലെ പ്രവൃത്തി ദിനങ്ങൾ കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിൽ 200 പ്രവൃത്തി ദിനങ്ങളായി കുറയ്ക്കാനാണ് തീരുമാനം. 6 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ 220 പ്രവൃത്തി ദിനങ്ങൾ തുടരും. ഇന്നലെ നടന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അതേസമയം KSTA ഒഴികെയുള്ള അധ്യാപകരുടെ സംഘടനകൾ ഇതിനെ എതിർത്ത് രംഗത്തുണ്ട്.
ക്ഷേമ പെൻഷൻ 5 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്നും ഒരു ഗഡു ഈ മാസം വിതരണം ചെയ്യുമെന്നും KN ബാലഗോപാൽ. 5 മാസത്തെ കുടിശ്ശിക ഘട്ടം ഘട്ടമായി തീർക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ലെന്നും കഴിഞ്ഞ ജനുവരിയിൽ സഭ ചർച്ച ചെയ്തതാണെന്നും ധനമന്ത്രി KL ബാലഗോപാൽ പറഞ്ഞു. സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായതോടെ ജനം ദുരിതത്തിലായെന്നും വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണമെന്നും PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾക്കുമുള്ള അവസാന തീയതി ഇന്ന്. 2024 ജനുവരി 1 അതിനു മുമ്പ് 18 വയസ്സ് തികഞ്ഞവർക്കാണ് അർഹത. ഉടൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 50 വാർഡുകൾ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും പട്ടികയാണ് പുതുക്കുന്നത്. തദ്ദേശ വോട്ടർ പട്ടികയുടെ കരട് stc.kerala.gov.in വെബ്സൈറ്റിലും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പരിശോധിക്കാം. പേര് ചേർക്കാനും തിരുത്താനും സ്ഥാനമാറ്റത്തിനും stc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കണം. ഇനി സ്പോർട്സ് വാർത്തകൾ. യൂറോയിലെ മരണ ഗ്രൂപ്പ് ബിയിലെ 2ാം മത്സരത്തിൽ ഇറ്റലിക്കെതിരെ സ്പെയിനിന് ജയം. സെൽഫ് ഗോളിലാണ് സ്പെയിനിന്റെ ജയം. ഇറ്റലിയുടെ യുവ പ്രതിരോധ താരം റിക്കാർഡോ കാലിഫിയോറിയയുടെ പിഴവാണ് 55-ാം മിനിറ്റിൽ സെൽഫ് ഗോളിൽ കലാശിച്ചത്. നിക്കോ വില്യംസ് ഇറ്റലി ബോക്സിലേക്ക് നൽകിയ ബോൾ സ്പെയിൻ ക്യാപ്റ്റൻ അൽവാരോ മൊറാട്ട ഹെഡ് ചെയ്തെങ്കിലും ജിയാൻ ലൂജി ഡൊന്നരുമ സേവ് ചെയ്തു. എന്നാൽ തൊട്ടുമുന്നിലുണ്ടായിരുന്ന കാലഫിയോറിയയുടെ മുട്ടിൽ തട്ടി ബോൾ വലയിൽ വീണു. ഇരുപാതിയിലും പന്തവകാശത്തിലും പാസിംഗ് കൃത്യതയിലും സ്പെയിനായിരുന്നു മുന്നിൽ. ഇറ്റലിക്ക് ഒരു ഷോട്ട് പോലും സ്പെയിൻ ഗോളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റൽ മത്സരത്തിന് ഇന്ന് തുടക്കമായി. നിലവിലെ ചാമ്പ്യന്മാരായ ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന ആദ്യ മത്സരത്തിൽ കാനഡയെ തോൽപ്പിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു വിജയം. കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരം അവർ മികച്ച രീതിയിൽ തന്നെ തുടങ്ങി. ഫോർവേഡുകളായ ജൂലിയൻ അൽവാരസും ലൗട്ടാരോ മാർട്ടിനസും 2ാം പകുതിയിൽ ഗോളുകൾ നേടി ടീമിന് വിജയം ഉറപ്പിച്ചു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.91 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.